പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റർ. തിരുവനന്തപുരം പാളയം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം വികലമാക്കി കാർട്ടൂൺ വരച്ചത്. ഡൽഹിയിലെ പാറ്റകളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചിത്രം. അതേസമയം വിദ്യാർത്ഥികളുടേത് ക്രിയേറ്റിവിറ്റി എന്നാണ് പ്രിൻസിപ്പൽ പി കെ മനോജിന്റെ ന്യായീകരണം. പ്രിൻസിപ്പലിനെതിരെ നടപടി വേണമെന്ന് ബിജെപിയും യുവമോർച്ചയും ആവശ്യപ്പെട്ടു. മോദി ജനാധിപത്യത്തിന്റെ കൊലയാളി തുടങ്ങിയ ഗുരുതരമായ മുദ്രാവാക്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ പ്രധാന കവാടത്തിന് സമീപത്തെ ബോർഡുകളിൽ പ്രധാനമന്ത്രി വികലമാക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് ചിത്രം വരച്ചത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടോ എന്ന ചോദ്യത്തിന് വിദ്യാർത്ഥികളുടെ ക്രിയേറ്റിവിറ്റി എന്നാണ് പ്രിൻസിപ്പൽ പി കെ മനോജിന്റെ ന്യായീകരണം. ഇതിനു മുമ്പും വിദ്യാർത്ഥികൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ അധിക്ഷേപത്തിനെതിരെ യുവമോർച്ച ബിജെപി നേതാക്കളും രംഗത്തെത്തി. ജനാധിപത്യത്തെയും ഈ രാജ്യത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടരുടെ കൂട്ടത്തിലെ ചില ആളുകൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമെന്ന കണക്കെ കാണിക്കുന്ന ഈ ആഭാസങ്ങൾ. ഇത്തരം തെറ്റായ സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടരായി കേരളത്തിലെ അക്കാഡമിക് സമൂഹത്തിലെ ഒരു കൂട്ടർ മാറുന്നു എന്നുള്ളത് അപകടകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം വളരെ മോശമായ പടങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു അവകാശവും അതുപോലെ തന്നെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാകും എന്നുള്ളതും, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നെതിരെ അത്തരം ഒരു പ്രവണത കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു അവകാശം കാണിച്ചാൽ അത് ഭയങ്കരമായ മനുഷ്യത്വ വിരുദ്ധവും അതുപോലെ തന്നെ പുരോഗമന വിരുദ്ധവുമാകും എന്നുള്ളതും ഫൈൻ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പളിന് മാത്രം മനസ്സിലാകുന്ന രാഷ്ട്രീയമാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ കൊടുക്കുന്ന ഒരാൾ അയാളൊരു അധ്യാപകനായി തുടരാൻ തന്നെ അർഹനാണോ എന്നുള്ള സംശയം. അദ്ദേഹം ആ പോസ്റ്റിന് യോഗ്യതയുള്ള ആളല്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. അതൊരു രാജ്യത്തിന്റെ സ്വത്താണ്. ആ രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും ഒക്കെ അവഹേളിക്കുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് ഗുരുതര സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത കോളേജ് പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെയും പ്രതിഷേധമുണ്ട്. ഡൽഹിയിലെ പാറ്റകളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജ് പരിസരത്ത് പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ വാക്കുകൾ എഴുതി ചേർത്തത്. ജനം, തിരുവനന്തപുരം.